Market Plus, sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഇന്ന് വെള്ളിയാഴ്ച ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷൻസിലേക്കാണ് കിടക്കുന്നത്. വിപണിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെയും ഒരു നെഗറ്റീവ് ടോണിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും 25,800 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 25,726.3 എന്നൊരു ഡേ ലോയ്ക്കും 25,902.35 എന്നൊരു ഡേ ഹൈക്കും ഇടയിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ പ്രധാനമായിട്ടും ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. പൊതുവെ സെക്ടേഴ്സൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു മിക്സഡായിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 58,912.85 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഏകദേശം ഒരു 14 പോയിൻറ്റ്സിനടുത്ത് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. 59,211 എന്ന നിലയിലാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലോ എന്ന് പറയുന്നത് 58,712 എന്നൊരു നിലയിലുമാണ്. ഏതായാലും നിഫ്റ്റി ബാങ്കും നിഫ്റ്റിയും ഒരുപോലെ തന്നെ ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻ്റർനാഷണൽ ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ അസെഞ്ചറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എസ്റ്റിമേഷൻ അനുസരിച്ചുള്ള റിസൾട്ടായിരുന്നു വന്നിരുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ കമ്പനി അവരുടെ ഗൈഡൻസ് വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അസെഞ്ചർ ഓഹരികളിലൊരു സെൽ ഓഫ് നേരിട്ടിരുന്നു. പക്ഷേ തുടർച്ചയായിട്ടുള്ള 4 ദിവസത്തെ ഇടിവിന് ശേഷം വാൾ സ്ട്രീറ്റ് ഒരു പോസിറ്റീവ് ടോണിലാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ്, S&P 500 സൂചിക, അതിനോടൊപ്പം തന്നെ നാസ്ഡാക്ക് 100 എന്നീ ഓഹരി സൂചികളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഗോൾഡ്, അതിനോടൊപ്പം തന്നെ ബ്രെൻഡ്, ക്രൂഡ് ഒക്കെ തന്നെ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ഒപ്പം ഇന്നലെ ECBയുടെയും അതിനോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ധനനയ യോഗ തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ECB ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ നിലപാടിലേക്ക് നീങ്ങിയപ്പോഴേക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ധനനയ യോഗ തീരുമാനങ്ങളും അറിയാൻ കഴിയും. ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഹാൻഡ് ഓവേഴ്സ് എന്ന് പറയുന്നത്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ മറ്റ് എക്സ്പെക്ടേഷൻസും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ US വിപണിയെ സംബന്ധിച്ചിട്ട് തുടർച്ചയായിട്ടുള്ള 4 ദിവസത്തിൻ്റെ ഒരു ലൂസിംഗ് സ്ട്രീക്കിന് ശേഷം ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഡൗ ജോൺസ്, നാസ്ഡാക്ക്, അതിനോടൊപ്പം തന്നെ S&P 500 സൂചികകൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ വിപണികളിൽ താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമുക്ക് ഇന്നലെ വളരെ ചെറിയൊരു നേട്ടം മാത്രമേ നമുക്ക് അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതിൽ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് നമുക്കൊരു തിരിച്ച ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കണമെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ഇന്നത്തെ ട്രേഡിംഗിൽ 48,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 47,700 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ആക്ച്വലി ഇത് അണ്ടർടോൺ അല്പം കൂടെ ബെയറിഷായി മാറിയ ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബെയറിഷ്നെസ്സിൽ നിന്നും തിരിച്ച് നമുക്കൊരു ബുള്ളിഷ് റിക്കവറി കാണാൻ സാധിക്കണമെങ്കിൽ 25,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിലേക്ക് വരുമ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് ടോൺ, ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് ക്രൂഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? So crude oil case there's no change in the trend. Both the long and short term trend രണ്ടും bearish ആയി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ കണ്ട റിക്കവറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിംഗ്. കൈസ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. $55 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ടൊരു സെൽ ഓഫ് ക്രൂഡിന്റെ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ടും ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 0.5% അധികം ഒരു ഇടിവിലേക്കാണ് ഗോൾഡ് നീങ്ങിയിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
സോ സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നിലവിലുള്ള ഓൾ ടൈം ഹൈ വിച്ച് ഇസ് $4,398 ലെവൽ അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $4,325 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെയും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും 25,800 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ തുടർച്ചയായിട്ടൊരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് വിപണിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് തുടർന്ന് നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 26,100 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 25,690 പോയിന്റ് ആയിരിക്കണം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഇന്നലെ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്നലെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 58,912.85 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ ഒരു കേസിലും നമുക്ക് കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഒരു നല്ല ഹെൽത്തി കറക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 58,700 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും കാണാൻ സാധിക്കും. ആസ് എ റെസിസ്റ്റൻസ് ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 59,300 ആയിരിക്കും. ചെറുപ്പം തന്നെ ഇന്നലെ നമ്മൾ ഇതേ ഫോറത്തിൽ HDFC ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകൾ താങ്കൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹൈ ലെവൽസിൽ ഒരു തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇടിവിലേക്കായിരുന്നു ഈ ഒരു ഓഹരി നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഒരു നെഗറ്റീവ് ടോണിൽ തന്നെയാണ്. സോ HDFC ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 970 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിലെ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ടോപ്പ് ഗെയിനർ എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളായിരുന്നു. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു ഓഗസ്റ്റിന് ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ട് അപ് ട്രെൻഡിലായിരുന്നു ഈ ഓഹരി നിലനിൽക്കുന്നത്. എന്നാൽ അതേസമയം പല സെഷൻസിലും ഒരു വോളറ്റൈലിറ്റിയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും 0.5% മുകളിലുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് നടത്താനാണ് ഫെഡറൽ ബാങ്ക് ഓഹരികൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. സോ ഫെഡറൽ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? നിയർ ടേമിൽ ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിൽ ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോ നമ്മൾ ഫെഡറൽ ബാങ്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒക്ടോബർ മാസത്തിന് ശേഷം 190 രൂപയിൽ നിന്നും ഏകദേശം ഒരു 269 രൂപ വരെ നമുക്ക് നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട് വിത്തൗട്ട് എ കറക്ഷൻ. സോ നാച്ചുറലി സ്റ്റോക്ക് ഇസ് ഗെറ്റിംഗ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. സോ അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 260 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് പ്രതീക്ഷിക്കാം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ചെറുപ്പം തന്നെ നിഫ്റ്റിയുടെ മീഡിയ സൂചികയിലേക്ക് കൂടി വരികയാണ്. മീഡിയയെ സംബന്ധിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങൾ ഒരു പക്ഷേ സെക്ടേഴ്സൊക്കെ പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ ഒരു വീക്കായിട്ടുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്ന ടെക്നിക്കലി വീക്കായിട്ട് നിൽക്കുന്ന സ്റ്റേറ്റിൽ നിൽക്കുന്ന സെക്ടർ എന്നാണ് മീഡിയനെ വിശേഷിപ്പിക്കാറുള്ളത്. സോ മീഡിയയുടെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെയും ഏകദേശം 1.25% ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ നിഫ്റ്റി മീഡിയ സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നിഫ്റ്റി മീഡിയ സൂചിക നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ മാത്രമേ ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു സെക്ടറിൽ ലിസ്റ്റ് ചെയ്ത സ്പേസിൽ എനിക്ക് ഒരു സ്റ്റോക്കിൽ പോലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. പേഴ്സണലി ആസ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സെക്ടർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സർ, അടുത്തായിട്ട് അനന്തരാജിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. അനന്തരാജിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പ്രധാനമായിട്ടും പേഴ്സണലി വാച്ച് ചെയ്യുന്ന ഒരു ലെവൽ ഏതൊക്കെയാണ്? ഇന്നലെ ഏകദേശം 1% മുകളിലൊരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് അനന്തരാജിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അനന്തരാജിന്റെ കേസിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നത്.
ആൻഡ് ഒക്ടോബർ മാസത്തിന് ശേഷം നടന്നിരിക്കുന്ന വലിയൊരു സെൽ ഓഫിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 500 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 565 അതിനുശേഷം 605 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഗെയിലാണ്. ഗെയിലിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഗെയിൽ ഓഹരികളുടെ ഇന്നലത്തെ ഒരു പ്രകടനം നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 1% നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ നവംബർ 28 ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്. സോ ഗെയിൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു നിയർ ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, പറഞ്ഞത് വളരെ ശരി. നവംബർ മാസത്തിലായിരുന്നു നമുക്ക് വലിയൊരു സെൽ ഓഫ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ആൻഡ് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ IT ഇൻഡെക്സിലെ കുറിച്ചും IT ഇൻഡെക്സിലെ പല ഓഹരിയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയും KPIT ടെക്നോളജീസിലേക്കാണ് ഇന്ന് നമ്മൾ വരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം ഇന്നലത്തെ ഒരു ട്രെയിനിങ് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 0.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഓഹരിയിൽ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ് ഡിസംബർ 15 ശേഷം ഇങ്ങോട്ടേക്ക് കാണുന്നത്. സോ KPIT ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ നിഫ്റ്റി IT സ്പേസ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ മേജർ സ്റ്റോക്സ്, അതായത് HCL ടെക്നോളജി, TCS, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര, LTI, മൈൻട്രി, LTTS, കൊഫോജ്, ഇതിലൊക്കെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും KPIT പോലെയുള്ള ചില സ്റ്റോക്സിൽ മാത്രമാണ് നമുക്ക് ഒരു ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കാത്തത്. അറ്റ് ദിസ് പോയിന്റ് KPITയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം രാംകോ സിസ്റ്റത്തിലേക്ക് കൂടി വരികയാണ്. രാംകോ സിസ്റ്റത്തെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസംബർ ആരംഭിച്ചതിന് ശേഷം, പ്രത്യേകിച്ചും ഡിസംബർ 9 ശേഷം ഇങ്ങോട്ടേക്കുള്ളൊരു സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും നല്ലൊരു റിട്ടേൺ നൽകാനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ രാംകോ സിസ്റ്റത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? രാംകോ സിസ്റ്റത്തിന്റെ കേസിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 540 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 640, അതിനുശേഷം 680 ആയിരിക്കും. ഇലക്ട്രോണിക്സ് രംഗത്തുള്ള ഹിറ്റാച്ചി എനർജിയിലേക്കാണ് അടുത്തതായിട്ട് വരുന്നത്. ഹിറ്റാച്ചിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 5% വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം നവംബർ 3 ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഈ ഓഹരിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ഇടിവോട് കൂടി ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. സോ ഹിറ്റാച്ചി എനർജിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ ഉണ്ടായ ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹിറ്റാച്ചിയുടെ കേസിൽ കാര്യമായിട്ട് നമുക്ക് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇത്രയും വോളറ്റിലിറ്റി, കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സ്റ്റോക്കിൽ കാണുന്ന സമയത്ത് നാച്ചുറലി ഇറ്റ് ഇസ് എ ഹൈലി റിസ്കി ട്രേഡിംഗ് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന KNR കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം 1% മുകളിലൊരു നഷ്ടമാണ് ഈ ഓഹരിയിൽ കാണുന്നത്. 2025 പൊതുവേ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട ഓഹരി കൂടിയാണ് ഇത്. സോ KNR കൺസ്ട്രക്ഷൻ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, KNR കൺസ്ട്രക്ഷന്റെ കേസിൽ ജൂൺ 2024 മുതൽ നമുക്ക് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ ഇന്നത്തെ ഡിസ്കഷനിൽ ഞാൻ IT സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഏത് സെക്ടറിലാണെങ്കിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള ലീഡേഴ്സിനെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.
സോ നമ്മളിപ്പോൾ റിയാലിറ്റി സ്പേസിൽ നമുക്ക് സ്റ്റോക്സ് വേണമെങ്കിൽ വി ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ DLF, ഓബ്റോയ് റിയാലിറ്റി, ശോഭ ഡെവലപ്പേഴ്സ്, ഗോദ്രേജ് പ്രോപ്പർട്ടി മുതലായ സ്റ്റോക്സിലായിരിക്കാം നമ്മൾ പൊസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. സിനോടൊപ്പം തന്നെ വരുന്ന ഫാർമ മേഖലയിൽ നിന്നുള്ള നാറ്റ്കോ ഫാർമയിലേക്കാണ് വരുന്നത്. നാറ്റ്കോയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു 0.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നവംബർ 26 വളരെ മാസീവായിട്ടൊരു ബൈങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു വൊളറ്റിലിറ്റിയാണ് ഈ ഓഹരിയിൽ കാണുന്നത്. സോ നാറ്റ്കോ ഫാർമയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നാറ്റ്കോയുടെ കേസിൽ നവംബർ മാസത്തിന് ശേഷം നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ നിലനിർത്തുക. 250 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ ഹേർഡിൽ 950 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ ശക്തമായിട്ട് അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിടുന്ന ഒരു ഓഹരിയായിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് മാറിയിരിക്കുന്നത്. ഇന്നലെ പക്ഷേ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോൺ നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിൽ നിയർ ടേമിലൊരു ബോട്ടം കണ്ടതായിട്ട് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ച്, മാസഗോൺ 3 ഷിപ്പ് ബിൽഡിംഗ് മേജർ സ്റ്റോക്സിലും നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന വളരെ നേരിയ റിക്കവറി, ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഒരു വിധത്തിലും ഈ സ്റ്റോക്കിൽ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നില്ല. ലെറ്റ് us വെയിറ്റ് ഫോർ എ ബോട്ടം ടു ബി ഫോംഡ്. അതിനുശേഷം മാത്രം പുതിയ പൊസിഷൻ കൺസിഡർ ചെയ്യാം. അടുത്തതായിട്ട് GRSCയിലേക്ക് കൂടി വരികയാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെയും 0.5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഇതേ ഫോർത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികൾ ഒരു ഭേദപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരു ഓഹരി എന്ന് വേണമെങ്കിൽ GRSC വിശേഷിപ്പിക്കാമെന്ന്. പക്ഷേ തുടർച്ചയായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ GRSCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? Unfortunately, no. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് മാസഗോൺ ഡോക്ക്, GRSC, കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ നമുക്ക് ഓഗസ്റ്റ് മാസം ആൻഡ് നവംബർ മാസത്തിനിടെ വലിയൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ആ ഒരു കൺസോൾട്ടേഷനെ തുടർന്ന് ഈ 3 സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് നടന്നിരിക്കുന്ന ആ സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് നെഗേറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. തൽക്കാലം പുതിയ പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സർ, ഒപ്പം തന്നെ മാസഗോൺ ഡോക്കിലുള്ള താങ്കളുടെ റിവ്യൂ കൂടി ഷെയർ ചെയ്യാമോ? മാസഗോൺ ഡോക്കിന്റെ കേസിലും അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കുകയാണെങ്കിൽ 2920 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് ടൈറ്റൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ടൈറ്റനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫോർത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് എത്തുന്നുണ്ട് എന്ന്. ഇന്നലെയും ഒരു 0.5% ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് ടൈറ്റൻ ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടൈറ്റനിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ടൈറ്റന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 3960 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ല മുന്നേറ്റം കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3820 നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ടത്. അടുത്തായിട്ട് സന്തൂർ മാംഗനീസിലേക്കാണ് വരുന്നത്. സന്തൂർ മാംഗനീസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 3% ഒരു നേട്ടം, 3%-ലധികം ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് സന്തൂർ മാംഗനീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷറും നേരിട്ടിട്ടുണ്ട്. സോ സന്തൂർ മാംഗനീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സന്തൂർ മാംഗനീസ് നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ദിസ് ഇസ് ഓൾസോ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 188 നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ടത്. അടുത്തായിട്ട് വാരി എനർജിയിലേക്കാണ് വരുന്നത്. വാരി എനർജിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ഈ ഓഹരി ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്.
സോ വാരി എനർജീസ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വാരി എനർജി ഓൾസോ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് ആയി സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2800 സപ്പോർട്ട് ശ്രദ്ധിക്കണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 3090, അതിനുശേഷം 3290 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാറിനോടൊപ്പം തന്നെ മറ്റു ചില ഓഹരികളിലേക്ക് കൂടി വരികയാണ്. പ്രധാനമായിട്ടും റെയിൽവേ ഓഹരികളിലാണ് വരുന്നത്. ആദ്യത്തേത് RVNL ആണ്. RVNLനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? RVNLന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. സെപ്റ്റംബർ മാസത്തിന് ശേഷം ഇതൊരു ബ്രോഡ് കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. വളരെ മേജർ ഒരു സപ്പോർട്ട് 299 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഒത്തിരി വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 340, അതിനുശേഷം 360 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. അടുത്തായിട്ട് തിത്തഗർ റെയിലിലേക്കാണ് വരുന്നത്. തിത്തഗറിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നവംബർ 20 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ശക്തമായിട്ടൊരു സെൽ ഓഫ് നടത്തിയിട്ടുമുണ്ട്. സോ തിത്തഗർ റെയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടിറ്റഗറിന്റെ കേസിലും RVNLനെ പോലെ തന്നെ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം വലിയ സെല്ലിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 740 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 870, അതിനുശേഷം 900 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കത്തില്ല. സർ, അടുത്തായിട്ട് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിലേക്കാണ് വരുന്നത്. ഹിൻഡാൽകോയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഹിൻഡാൽകോയിൽ കഴിഞ്ഞ ഒരു നവംബർ 4 ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. പിന്നീട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് ആ ഒരു ഗ്യാപ്പ് എല്ലാം തന്നെ നികത്തിക്കൊണ്ട് ഒരു ഭേദപ്പെട്ട നിലയിലുള്ള റിട്ടേൺ നൽകാനും ഹിൻഡാൽകോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഹിൻഡാൽകോയുടെ കേസിൽ ജൂൺ മാസത്തിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഈ സ്റ്റോക്കിൽ ഒക്ടോബർ മാസത്തിൽ കണ്ട മേജർ ടോപ്പ് 864 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ തൊട്ട് താഴെ ഇന്നലെ ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 830 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. അടുത്തായിട്ട് NSDLിലേക്കാണ് വരുന്നത്. നാഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി ലിമിറ്റഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വിപണിയിൽ എത്തിയിട്ട് അധികം നാളായിട്ടില്ല. എന്നാൽ ആ തുടക്കത്തിലുണ്ടായ ഒരു നേട്ടം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ള വലിയ തോതിലുള്ളൊരു നേട്ടമൊന്നും നൽകാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു സെല്ലിംഗ് പ്രഷറും നേരിടുന്നുണ്ട്. ഇന്നലെയും ഏകദേശം 0.5% മുകളിലുള്ള ഒരു നഷ്ടമായിരുന്നു NSDL ഓഹരികളിൽ കണ്ടത്. സോ NSDL ഓഹരികൾ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി NSDLന്റെ കേസിലും നമുക്ക് വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1030 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിടും. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1140 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇന്നലെ വളരെ മാസീവായിട്ടൊരു ബൈയിങ് നടന്ന ഓഹരിയായിരുന്നു ഗേബ്രിയൽ ഇന്ത്യ ഓഹരികൾ. ഗേബ്രിയലിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 13.5% ഒരു നേട്ടം ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. വളരെ വോളറ്റൈലായിട്ടൊരു ചാർട്ടാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ജൂണിന് ശേഷമുള്ള ഇങ്ങോട്ടേക്കുള്ളൊരു പാറ്റേണൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ജൂലൈ 2-ാം തീയതി വളരെ ശക്തമായിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും പിന്നീട് ആ ഒരു ഹൈ ലെവൽസിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സ്ഥിതിയുമാണ് കണ്ടിരിക്കുന്നത്. സോ ഗേബ്രിയൽ ഇന്ത്യ ഓഹരികളിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗേബ്രിയലിന്റെ കേസിൽ അഗെയിൻ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് വളരെ മേജർ സപ്പോർട്ട് 890 രൂപയിലുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിനിടെ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ വന്നിരിക്കുന്ന ആ ശക്തമായിട്ടൊരു ക്ലോസിനെ തുടർന്ന് ദർസ് എ ഹൈ പോസിബിലിറ്റി ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെന്ന്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1160 ആയിരിക്കും.
ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 1360. ബട്ട് ഇന്നലെ കണ്ടിരിക്കുന്ന വലിയൊരു അപ്വേർഡ് മൂവ്മെന്റിനെ തുടർന്ന് ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു പോസിബിലിറ്റിയും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1000 രൂപ മുതൽ 1060. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആ റേഞ്ചിൽ തീർച്ചയായിട്ടും നമുക്കൊരു പുതിയ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അടുത്തതായിട്ട് ഐനോക്സ് വിൻഡിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ഐനോക്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെയും ഏകദേശം ഒരു 1.5% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ 11 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു ലോ ലെവൽസിൽ നിന്നൊരു ബൈങ് കടന്നു വന്നു എങ്കിൽ പോലും ആ ഒരു മൊമെൻറ്റം നിലനിർത്താനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിട്ടില്ല. 2025 പൊതുവേ ഒരു അത്ര മികച്ച റിട്ടേണും നൽകാത്തൊരു ഓഹരി കൂടിയാണ് ഐനോക്സ് വിൻഡ്. സോ ഐനോക്സ് വിൻഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 115 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 142 അതിന് ശേഷം 162 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു ടൈം ആയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തത്. ഇന്നത്തെ ഞങ്ങളുടെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. വീണ്ടും പ്രേക്ഷകരെ ഓർപ്പിക്കുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിനു ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഏതായാലും അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ സ്റ്റോക്കിംഗ് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. Market Plus, sponsored by DBFS, Associate of Doha Bank.